അപ്പാപ്പ എലിയെ പീഡിക്കാൻ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്തിന്? ഈ സിറ്റിയിൽ എന്തോ സ്കാം ചെയ്തതിന്. ഞാൻ പോയി നൈസായിട്ട് സംസാരിച്ചോണ്ട് വരാം. വന്നിട്ട് വണ്ടി കയറ്റാം. ഞാൻ വണ്ടി കയറി അപ്പൊ തന്നെ അപ്പ പീഡി മാർക്ക് ചെയ്യണം. നേരെ നമ്മൾ അങ്ങോട്ട് പീഡി പോകുന്നു, ഹാൻഡ് ഓവർ ചെയ്യുന്നു, തിരിച്ചു ചെയ്യുന്നു. സാറാ എലി എലി വൺ സെക്കൻഡ് എലി 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 നമുക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ഒന്ന് പുറത്തോട്ട് വരും എലി. സാറാ സാറാ थोड़ा थोड़ा बात हिंदी അറിഞ്ഞൂടല്ലേ? Yeah, you know, he doesn't know English also. He doesn't know. Come. Yeah, because I teach him. അതെ. She teach me. എല്ലാം പഠിപ്പിച്ചു തന്നെ എനിക്ക്. ജീവിതം പഠിപ്പിച്ചു തന്നവള്. Come. जिंदगी. अपने कर्म की करदाए आयो हाओ. നമുക്ക് അതിനെപ്പറ്റി നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുകയല്ലേ. നമുക്ക് ആ വെറുപ്പ് വിടാം, നമുക്ക് ആ വൈരാഗ്യമൊക്കെ വിടാം. വാ मैं कहना चाहता हूँ ये चीज आपसे. വാസവൻ എന്തോ പറയാനുണ്ടെന്ന് പുള്ളിക്കാരിക്ക് വാസവനോട്. പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എനിക്ക് മനസ്സിലായി. ആണല്ലേ, ഞാൻ വരണ്ടല്ലോ. जागा इन अंधेरों में तुम थोड़ा सा नूर लाओ. सुना है बाले तेरे आंगन में. इंग्लिश पेंडुली मैंने अपने लाल सिंह का बचपन झूला है. क्या आप अपने गोद पे से लौटे? मैंने अपनी हर प्यारी चीज खोई. एक शायरी लिखी. മീൻസ് എ ലോട്ട് സാറാ, മീൻസ് എ ലോട്ട്. കറക്റ്റ് പണ്ടേ പെണ്ണുപിടിക്കും. 15ാമത്തെ പെണ്ണാണ് ഇപ്പോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് എ ലോട്ട് സാറാ. താങ്ക് യു. Whether you will കുട്ടിക്ക് മലയാളം അറിയാത്തോണ്ട് ഭാഗ്യം. like that's why I wrote it. അണ്ടർസ്റ്റുഡ്. നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. വാ സാറാ എലി വാ. അപ്പ വാസവനെ इधर जाओ इधर आओ इधर. अदर आओ. या एलिकी हिंदी कर रही है. हमें प्रिंसिपल यू नो हिंदी वेरी वेल. कैसे हो सर आप आपका बाप का नेम क्या है? स्टॉप कर दे. आपका बाप का नेम क्या है? അണ്ണാ എനിക്കൊന്നും അതുപോലും പറയാറിയില്ല. അതൊക്കെ എനിക്കറിയാം. ആണോ അണ്ണാ? आपका बाप नाम क्या है? നിന്റെ അച്ഛന്റെ പേരെന്താ? അതെനിക്ക് അറിയാണ്ണ. വേറെ എന്തോ അറിയാണ്ണ നീ? ബോസടിവാല മുതച്ചൂത്. അതെനിക്ക് അറിയാം. എത്ര വർഷമായി നമ്മളതൊക്കെ. आपका नंबर लाइक मैं मैसेज करता हूँ. मैं जस्ट कुछ तो इशू हो रहा है, पता नहीं. मैं जरा एक 5 मिनट वापस दोबारा आ रही हूँ. मैं അണ്ണാ അണ്ണന്റെ നമ്പർ കൊടുക്ക്. എന്തെങ്കിലും ഇഷ്യൂ വന്നാ വിളിക്കാം. No. I saidly I have some issue on something happening. Just I'm coming in 5 minutes. Okay. जस्ट एक चीज बोलना चाहता हूँ. आपसे मोहब्बत करती हूँ बहुत शिद्दत से. किसी के कहने से नहीं, किसी से बातें करने से नहीं, बट आपके ऊपर फिदा हो चुका हूँ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. കുട്ടി എപ്പോഴും അതല്ലേ പറഞ്ഞേ. പറഞ്ഞെടുത്തേ ഇവക്ക് എന്ത് അറിയില്ലേ എലിക്ക്. ബാല അതാ കൊച്ച് എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ, വാസുമോനെ ആ കൊച്ച് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആരും പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടോ അല്ല. ഇതുകൊണ്ടാണെന്നാ പറഞ്ഞത്. ഇതെന്താ തപ്പണം, ഡിക്ഷണറി നോക്കണം. ദിൽസേ നിന്റെ മനസ്സുണ്ട്. മനസ്സ് നിറഞ്ഞ മനസ്സിലായോ? സോനരാഗ് ഒരു വാസവനെ അങ്ങോട്ട് ഒരു വാസവനാഗ്. Like just I want to Sarah, you can talk to him in English now. He is satisfied with your Hindi. Yes, very satisfied. something. എന്തിനാ അപ്പാ എനിക്ക് It's me. Don't worry. മാറിക്കട്ടെ കുറച്ച്. Just I will call you. Just I'm coming in a 5 to 10 minutes. Oh, sure. ഓ ശരി.
ശരി സാറേ റെപ്യൂട്ടഡ് ആണ്. ഇപ്പൊ വരുന്നുണ്ട് സാറേ, ഒരു 10 മിനിറ്റ് ഉള്ളൂ സാറേ. എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണോ? അല്ല പറഞ്ഞോ മിസ്റ്റർ വാസു, എന്താ? ഓക്കെ, അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വരാൻ അപ്പാപ്പനൊരു ഞാനിത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇനിയിപ്പോ എന്തായാലും നമുക്ക് കാണിച്ചേക്കാം. ജസ്റ്റ് ഒന്ന് വണ്ടിക്കകത്ത് കയറും. ഹിന്ദിയിലെ വാസുവിനെ ബേബി എന്ന് വിളിക്കുമ്പോ അത് കേൾക്കാൻ തന്നെ എന്ത് രസമല്ലേ? വാങ്ങോട്ടല്ലേ വിളിക്കുന്നേ? എലിയുടെ ശബ്ദം കുറവാട്ടോ ഭയങ്കര. അത് ഭയങ്കര ഹാർഷ് സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് കേൾക്കാൻ തോന്നാത്ത. ബാക്കിയുള്ള എല്ലാരും എക്സാണ് ഇവിടെ. അതുകൊണ്ടല്ലേ ഒരു പല്ല് കേൾക്കാത്തോണ്ടാ. അപ്പൊ അപ്പാപ്പനും ബാലിനൊക്കെ എക്സ് ആയിരുന്നാ? ഇല്ല, നമുക്ക് കേൾക്കുന്നില്ല. അപ്പൊ അവർക്ക് കേൾക്കുന്നില്ലല്ലോ. അല്ലല്ല, ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് പറയണ്ട. ആ പഠിപ്പും വിവരമുള്ള കൊച്ചു പറയണ പോലെ എന്തിനാ നീ നിൽക്കണേ? മര്യാദ സംസാരിച്ചു മലയാളം അറിയാലോ നമുക്ക് അങ്ങോട്ട് വേണ്ടോ. പിന്നല്ലാതെ ആ കൊച്ചിന്റെ ഇംഗ്ലീഷ് കേൾക്കൊരു രസം ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഇത് മറ്റേ ABCD പറക്കി ഐ ക്യാൻ വാട്ട് യെസ് നോ പാർട്സ് ആർ യെസ് ബൈ എക്സ് വൈ. കുട്ടികളെന്തോ വലിയ കേസ് പെട്ടിരിക്കുകയാണ് ഇപ്പം ആള്. എന്താണ് കേസ്? എന്താണ് ചെറിയ കേസ്? ആരെങ്കിലും പിടിച്ചു പറിച്ചാ? എന്റെ ഇത് പിടിച്ചു പറിച്ച പോലെ. എന്നെ പോലെ എല്ലാരും അങ്ങനെ വെറുതെ വിടൂല കേട്ടാ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു പറിച്ചിട്ടാണ് നിങ്ങൾ എന്നെ തേച്ചെങ്കിൽ എനിക്കൊരു അന്തസ് ഉണ്ടായിരുന്നു. പിടിച്ചു പറിച്ചാ? സോറി മോട്ടിച്ചിട്ട് കയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ എന്തെങ്കിലും മോഷ്ടിച്ചുണ്ടായിരുന്നു നിങ്ങൾ എന്നെ തേച്ചെങ്കിൽ ഞാനങ്ങ് സഹിച്ചേനെ. പറ്റില്ല. ഞാൻ തേച്ചെന്നല്ലേ അങ്ങനെ പറയരുത്. ഏലിയാമ്മ മോട്ടിച്ചുകൊണ്ട് തന്നെയാണ് വാസുമോന് ഇത്രയും വിഷമമായത് അല്ലേ? വാസുമോനെ പിന്നല്ലാതെ എന്ത് മോഷ്ടിച്ചു മിസ്റ്റർ പരിന്തവാസു? വാസുമോന്റെ ഹൃദയം. ഒന്ന് നിർത്ത് പ്ലീസ്. I want vomit. Okay, please. അപ്പാപ്പ കവർ കെട്ടി എറിയാ കാര്യം ഞാൻ പറഞ്ഞേക്കാ. വേണ്ടല്ലേ? ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ആളുടെ കോട്ട് തുറന്ന് ഞാൻ ഛർദ്ദിക്കും. അമ്മാതിരി സാധനം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ സ്ഥാനത്ത് സാറെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് രസമായിട്ട് ഒരു ഇതായിരുന്നു കേട്ടത്. ഞാൻ ഒരു കാര്യം പറയട്ടെ അപ്പാപ്പ, അറ്റ്ലീസ്റ്റ് ചന്ദ്രനെ പോലെ ചന്തിയിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയും പരിപാടി കാണിച്ചിട്ടില്ലായിരുന്നു. ചന്തിയിൽ ഹൃദയം. ചന്ദ്രന്റെ ഹൃദയം ചന്തിയിലൊക്കെ കണ്ടായിരുന്നാ? അലീന എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുണ്ടെന്ന്. എന്തൊക്കെയാ പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്? നമ്മളൊക്കെ മറ്റേ കുപ്പി ബ്രാൻഡ് മുതുക്കാണല്ലോ മാർക്കിയതേക്കണേ. അല്ലല്ല, റൈറ്റ് മേളിൽ കൂടെ. എന്തോ ഒന്ന് സംസാരിച്ച ഇല്ല, ഈ വണ്ടി ലോക്കാണ് ആക്ച്വലി. അത് മേളോട്ട് ഞാൻ പോയി വിളിച്ചോട്ടാ. എനിക്ക് ഇറങ്ങാൻ പറ്റും. എനിക്ക് ഇറങ്ങാലോ അണ്ണാ. ഞാൻ പോയി നീ ഒളിച്ചു നടക്കണ. നീ മിസ്റ്റർ പരിന്തവാസു, നിങ്ങൾ കൺമണിയെ പിടിച്ച കേസ് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. കൺമണിയെ കയറി പിടിച്ച കേസൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അത് നിന്റെ കേസ് ദൂരാ നോക്ക്. പെട്ടെന്ന് പെരട്ടെ. നിങ്ങൾക്ക് നാണം ഒരു ഇച്ചിരിയെങ്കിലും. എനിക്ക് നാണമില്ല. എനിക്ക് നാണമില്ല. നാണമില്ലാത്തന്നെ എനിക്ക് പണ്ടേ അറിയാം. എനിക്ക് നാണമില്ല. അതെ, കുറച്ച് സ്നേഹം കാണിച്ച ചിലപ്പോ വണ്ടി വിട്ട് നനങ്ങായിരിക്കും. ഈ ചന്തി പോലെ വെറുതെ ഇല്ലാത്തതിന്റെ അടുത്തൊക്കെ ഞാൻ എന്തിനു സ്നേഹം കാണിക്കണേ? പറയട്ടെ. ആ സമയത്ത് ഞാൻ 10 വാഴ പോട്ടെ. ഞാൻ കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ച ഞാൻ വണ്ടി എടുക്കാവേ. വാസന, നമുക്ക് ആ മുതുക്ക് വരെ ഒന്ന് പോയി കുറച്ച് കാര്യങ്ങള്, പണ്ടത്തെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ വിളിച്ച് കേക്കട്ടെ. വാസന, ആ മുതുക്ക് വരെ പോയി അങ്ങോട്ട് എത്തിയില്ല. അവിടെ എത്തിയില്ല. ഒരു ഡാർലിംഗ് വിളിച്ച ചിലപ്പോ ശരിയാവായിരിക്കല്ലോ. അതിന് എന്റെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ. ഇനി ആ പെണ്ണ് വന്ന് എന്നെ ഇല്ല, അങ്ങനെ പറയില്ല. ഇതൊക്കെ നമ്മുടെ ഇടയ്ക്ക് മാത്രമേ നിൽക്കുള്ളൂ. അവര് പറഞ്ഞു ഇതേതോ പെറ്റി കേസ് നമ്മൾ ഒഴിവാക്കിയെന്നൊക്കെ അവര് പറയുന്നത്. ഞാൻ പറഞ്ഞ എന്തോ കണ്ടോണ്ടാ പിന്നെ എന്നെ പിറക്കി കെട്ടി. നിങ്ങളുടെ മനസ്സിലൊരു പെടൽ, നിങ്ങൾ വിഷമാണ് മിസ്റ്റർ പരിന്തവാസു. അണ്ണാ ഇതേതോ പോക്കറ്റ് അടിച്ച കേസാണ്. എന്ത് പറ്റിയത്?
ആദ്യമായിട്ട് എന്നെ കൂട്ടിക്കൊടുക്കുന്നു പോലീസിന്. അണ്ണാ വരച്ചാറില്ല അണ്ണാ ഒയ്യേ. എന്ത് പറ്റണ്ണ ഞാൻ എന്തോ ചെയ്തണ്ണ വല അവരോട് ഒന്നും കൂടെ കറക്റ്റ് ആളുടെ പേര് എടാ ഫ്രണ്ടിൽ തോളത്തിരിക്കുന്ന അവരെ കൂടെ ഇറക്കി വിടറ വല്ല കൂടെ കാര്യം പറഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞിട്ട് വാ വല്ലത് അറിയാലോ. എന്റെ പൊന്നപ്പാ, എടാ ഞാൻ ഇങ്ങനെ കൊണ്ട് എത്തിച്ചു വെച്ചിരുന്നതാ, അത് ഇങ്ങനെ ആന്നല്ലേ. എന്നാലും ഒരു സ്നേഹത്തോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ എനിക്കൊന്ന് പേര് ബാലം പറഞ്ഞാൽ മറപ്പോയതാകലിയാമേ. അല്ലല്ല, ഈ സിറ്റിയിൽ ഒരൊറ്റ എലിയുള്ളത് ഞാനാണ്. എലിയല്ല ഞാൻ പോയി പറഞ്ഞത് നമ്മുടെ ഇതാണല്ലോ. അയ്യോ അലീനെന്നാ പറഞ്ഞു. അതുകൊണ്ട് അവൾക്ക് ആള് മാറിയത് മനസ്സിലായോ. നിങ്ങളോട് എലിയാമ്മ ഞാൻ എന്നുള്ള എന്തോ പേര് പറഞ്ഞ ചെയ്തോടോ? ഞാൻ നിങ്ങളോട് എന്തോ ചെയ്തോടോ പന്നക്കളവാ? നിങ്ങളോട് ഞാൻ എന്തോ സാറേ ചെയ്തു? സാറേ സാറേ ഇതാ കള്ളി അതാ അല്ല പുള്ളിക്കാരി വരുമെന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു 10 മിനിറ്റ്. പക്ഷേ വരത്തില്ലായിരുന്നു സാറേ, മുങ്ങി നടക്കുമായിരുന്നു മനസ്സിലായോ. അല്ല, ഞാൻ പറഞ്ഞില്ല. അല്ലല്ല പറഞ്ഞായിരുന്നു പരിപാടി പറഞ്ഞായിരുന്നു ഓൾറെഡി അവൻ ഇൻഫോം സാറേ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നോ സാറേ? സാറേ, ആ പരിപാടി കഴിഞ്ഞപ്പോ ഉടനെ അതാ വന്ന് 10 മിനിറ്റ് ഇപ്പൊ നോക്കി ആൾക്കാർ വരുന്നുണ്ട്. സാറേ, സാറേ, ആൾക്കാരെ കംപ്ലൈന്റ് ഉണ്ടെന്നാ പറഞ്ഞേ. സാറേ ഞാൻ കൊണ്ടുവന്നത് ആ പഴയ കേസിന് വേണ്ടിട്ടല്ല സാറേ, എനിക്കൊരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇനിയും കേസുണ്ടോ? ഓക്കെ അതെ. എല്ലാവർക്കും കേസ് വരും. പിന്നെ പറയാം. ഇറങ്ങി എല്ലാരും കൂടെ ഇറങ്ങി. ഇല്ല സാറേ ഭരച്ചത് സാറുണ്ടോ? ഇല്ല പരസ്പര സാറില്ലല്ലോ. ഇല്ല. ഇല്ല അണ്ണാ ഇവിടെ ലോക കള്ളിയാണ് ഇവള്. ഒരു കൂട്ടം ആൾക്കാർ എവിടെ പിടിക്കാൻ നിൽക്കുന്നു. ഹണി ട്രാപ്പ് ഓ എല്ലാരും വിളി എല്ലാരും വിളി. എല്ലാം പറഞ്ഞോ മച്ചാനെ പറയാനുള്ളത്. ആ വാ തുറന്ന് പറഞ്ഞോ. വരുന്നുണ്ട് എല്ലാരും വിളിച്ചു നിർത്തോ. ഹണി ട്രാപ്പല്ലേ ഹണി ജംഗ്ഷനിൽ സ്കൂള് പണിയുന്നു, ബസ് സ്റ്റാൻഡ് പണിയുന്നു, ഇതിനൊക്കെ പൈസ എവിടെ വന്നത് നമുക്ക് അറിയണ്ടേ. കുറച്ച് വണ്ടി മുന്നോട്ട് എടുത്ത്. പെട്ടെന്ന് ഒരു ദിവസം വന്ന് സ്ഥലം മേടിക്കുന്നു, ബിൽഡിംഗ് പണിയുന്നു, എവിടുന്ന കാശ് വരുന്നേ അറിയണ്ടോ? രണ്ട് വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ദേവകുട്ടിയുടെ കയ്യിലുണ്ട്. ഇപ്പൊ കാണിച്ചു തരും. ഏത് ദേവകുട്ടിയുടെ കയ്യില്? പ്രമുഖര് വന്ന് ചോദിക്കണം, അല്ലാതെ ഞാൻ ഒരുത്തനും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരുന്നില്ല കേട്ടല്ലോ. ഓ പ്രമുഖർക്ക് മാത്രമേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുള്ളൂ അല്ലേ? കൊടുക്കത്തുള്ളു വന്നപ്പോ ഞാൻ കൊടുക്കത്തൊന്നുമില്ല. ഓ കാണിച്ചു തരാം ഞാൻ. ദേവകുട്ടി എല്ലാം തയ്യാറാക്കി വെച്ചോട്ടാ. ബാലടാ ദേവട്ടിനെ എടുത്തിട്ട് പോയേ. കാറിൽ കയറി ലോക്കി ദേവകുട്ടി. വണ്ടി ഇറക്കാവോ? ആള് വന്നിട്ടുണ്ട്. സ്നേഹം മാത്രം. സാറേ അതല്ല സാറേ, ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്, അതുപോലെ ഇറക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. നിന്റെ പരാതി സാറിനോട് പറ, പരാതി സാറിനോട് പറ, പരാതി. ഹണി ട്രാഫി പെടുത്തി സാറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറ. സാറിനോട് ഇതൊക്കെ ഓൾറെഡി പറഞ്ഞോ? എടി വല്ല പണിയെടുത്ത് ജീവിച്ചോടി, ആൾക്കാരെ പാറ്റി ജീവിക്കാതെ. അണ്ണ ഒരു അർത്ഥം വരുന്നുണ്ട്. അവനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോനെ ബ്ലൈൻഡി അല്ല കണ്ണു ചെയ്യാൻ തന്നെ ഞാൻ കണ്ണ് കാണാത്തവരെ പറ്റിച്ചു. മറ്റേ ഫോൺ എടുത്തിട്ടേ അതിന് മറ്റേ ലൈവിന്റെ സൗണ്ട് ഇച്ചിരി കുറവാ. എല്ലാരും നല്ലോണം കേൾക്കാൻ പറ്റും. മച്ചനെ പറഞ്ഞു ഇനിയുണ്ടോ ആൾക്കാർ വരാൻ? തള്ളിയുടെ ഒക്കെ കോൺഫിഡൻസ് നോക്ക്. സംസാരിക്കാൻ പോലും എന്റെ പൊന്നിലിയ പാവ സംസാരിക്കാൻ പോലും പറ്റാത്ത പയ്യനെയൊക്കെ പറ്റിക്കാന്ന്. ഒരു സെക്കൻഡ് എടാ ഒന്ന് താഴെ ഇറങ്ങടാ. അയ്യോ നീ എന്റെ പെണ്ണുപിള്ളയാണല്ലോ, രക്ഷിച്ചോണ്ട് ഞാനിങ്ങനെ പറന്നു പോവാം. തിങ്കട തക്കട തിങ്കട. എടി കള്ളി സ്നേഹം പറക്കട്ടെ. സ്നേഹം അല്ലേ വാസുവിനെ? അതെ സ്നേഹം പറപ്പിക്കുവാണെങ്കിൽ രക്ഷിക്കാതെ. എന്റെ കവർക്കട്ടെ എറിഞ്ഞു വിടാനുള്ള മോത്ത്. എടി നീ നാട് മൊത്തം പറ്റിച്ചിട്ട് ഈ ഒരു സ്കൂൾ ഉണ്ടാക്കി ജീവിച്ചാൽ ഇതൊക്കെ ആശുപത്രി കളയാനേ ഉണ്ടാവുള്ളൂ, ഈ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക്. മനസ്സിലായേ? എന്റെ പൊന്ന് മിസ്റ്റർ സോറി എന്റെ പൊന്നല്ലാത്ത മിസ്റ്റർ പരിന്തോസു, എനിക്ക് ആ കേസോട്ട് ഒരു ബന്ധമില്ല. എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല ആ കേസ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്റെ ഒരു ചോദ്യം, എന്റെ ഒറ്റ ചോദ്യം, അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. രക്ഷിക്കാം. ഇവിടുന്ന് മൊത്തം കേസ് ചെയ്ത് ഞാൻ ഒഴിച്ച് രക്ഷിക്കാം. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു പണിയില്ലാതെ സിറ്റിയിൽ തേര പര ശശികൊക്കിന്റെ ഒക്കെ കൂടെ നടന്ന നിന്റെ സ്കൂളും ഇതൊക്കെ തുടങ്ങാൻ എവിടുന്നാണ് കാശ് കിട്ടിയത്? ഞാൻ എന്റെ കാശ് കൊണ്ട് തുടങ്ങിയ സ്കൂൾ അല്ലത്, ഞാൻ ലോൺ എടുത്ത് തുടങ്ങിയ സ്കൂളാണ്. ഏത് ബാങ്കിലാണ് ലോൺ? ഈ ബാങ്കിലല്ല, ഞാൻ പലിശക്ക് എടുത്തതാണ്. ഇവിടുത്തെ ഷാജി ബാബർ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറിന്റെ കയ്യിൽ നിന്ന്. അയാൾക്ക് ഇപ്പോഴും ഞാൻ മാസം എണ്ണി കൊടുത്തോണ്ടിരിക്കുകയാണ് ആ കാശ്. അതറിയോ നിങ്ങൾക്ക്?
നിങ്ങൾ എന്തെങ്കിലും അറിയണ്ടോ? നിങ്ങൾ അതെങ്ങനെ പണിഞ്ഞെന്ന് എന്നോട് ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? ഷാജി പാപ്പന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അയാളുടെ ഞാൻ ഞാനും അലീനയും കൂടെ അയാളുടെ കാലും കൈയും പഠിച്ചിട്ടാണ് ഞാൻ ആ സ്കൂൾ പണിഞ്ഞത്. ചോദിച്ചു നോക്ക്. ഞാൻ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ആ 2 നില സ്കൂൾ ഇപ്പൊ അവിടെ നിന്നേനെ. അങ്ങനെ ഈ 4 തൂണി ഞാൻ കെട്ടി നിർത്തേണ്ട ആവശ്യമുണ്ടോ വാസുണ്ണ? അല്ല മിസ്റ്റർ പെരുന്തോസു, ആലോചിച്ചു. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചിട്ട് എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്ത്. ഷാജി ബാബന്റെ നമ്പർ എന്റെ കയ്യിലില്ല ഷാജി പാപ്പൻ. ഓ, കടം മേടിച്ച ആളുടെ നമ്പർ ഇല്ല അല്ലേ? വാസുവിനെ ഞാൻ കേട്ടത് ആ സ്കൂള് പുറമ്പോക്കല്ലാന്ന്. അതാ, അതെനിക്കും അറിയാവുന്ന ആയിരുന്നു. അത് ഷാജി പാപ്പൻ എന്റെ അടുത്ത് പറഞ്ഞതായിരുന്നു ആ കഥകളൊക്കെ. അതൊക്കെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതാണ്. എ പി പാപ്പന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അല്ല, ഇത്രയും പൈസ കിട്ടിട്ടില്ലല്ലോ. പൈസ ഇത്രയും കണ്ട, ഇങ്ങേർക്ക് പോലും ഞാൻ പൈസ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? ഞാൻ ഇപ്പോഴും കടബാധ്യതയിലാണ്. കണ്ടല്ലേ ഇപ്പൊ തെളിവെന്നാ. ഇതൊന്നും കടമല്ല, ഇതൊക്കെ നീ മേടിച്ച് പറ്റിച്ചിട്ട് പോയ കാര്യങ്ങളാണ്. മനസ്സിലായോ? പറ്റിച്ചില്ല, ഞാൻ കൊടുക്കാനുള്ള കാശാണ് മിസ്റ്റർ പെരുന്തോസു. 1000 ഷാജി പാപ്പിന് കൊടുക്കാനുണ്ട് 1500 കോടി ആ സ്കൂള് പണിഞ്ഞേന്റെ. അപ്പൊ എത്രയായി? 2500 കോടിയായി. അറിയോ? സ്കൂള് പണിതതിന് ആകെ 200 കോടി എന്തേ ഉള്ളു. അല്ല, 2500 കോടി പല തവണയായിട്ട് അതിനകത്ത് മെയിൻ്റെനൻസ് ഉൾപ്പെടെ ഇന്ന് അവൾക്കൊപ്പോ അടിച്ച് തിരിക്കേ തന്നെ. ഹലോ, ഞാൻ ഈ സ്കൂള് പണിയുന്ന സമയത്ത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചതുപോലെ നീ എങ്ങനെയാണ് പണിയുന്നത്, നിന്റെ കാശുണ്ടോ ചോദിച്ചിട്ടുണ്ടോ? വാസന ചോദിച്ചിട്ടുണ്ടോ? എടി, എന്റെ പേരിലൊരു ശകടം പണിത് റോഡിൽ വെക്കുമ്പോഴാണ് നീ സ്കൂള് പണിയുന്നുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞത്. നീ ആദ്യം ശകടം പണിത് വെച്ചിട്ടല്ലേ ഞാൻ ഇത് അറിഞ്ഞത്. മര്യാദക്ക് സ്കൂള് പണിയാൻ പൈസ ചോദിച്ചിട്ട് ഞാൻ തന്നേനല്ലോ. ഞാൻ ആ ശകടം പണിഞ്ഞ് എന്തിനാന്നറിയാം? നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട്. നിങ്ങൾ വരുമ്പോ ആ സ്കൂള് എന്റെയും നിങ്ങളുടെയും കൂടെ പേരിലാണ് സർപ്രൈസ് തരാം. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് അല്ലേ? ഇതൊക്കെ ഞാൻ കേക്കണം. അല്ലെങ്കിലും ഗുഡ് നൈറ്റ് മോളെ. സാറേ അല്ലല്ല, മീനുട്ടി കാർ ഇങ്ങോട്ട് പറഞ്ഞു എന്തിയെ? ഇവിടെ പോയി. ഇല്ല, വളഞ്ഞു പോയി. ഇനി എന്നെ ഈ കേസിൽ നിന്ന് പ്ലീസ്. ഇപ്പൊ തൽക്കാലം നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായില്ലേ? നീ പീടി തന്നെ ഏൽപ്പിച്ചേക്കാം. വാ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ബാക്കി കൂടെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? നിങ്ങൾ എന്നെ പേച്ചിട്ട് പോയപ്പോഴും ഞാൻ പീടി വന്ന് കേസ് കൊടുത്തോ? ഇല്ല. ഞാൻ കൊടുത്തോ കേസ്? ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തിരുന്നു. എനിക്കറിയാം, ഞാൻ ഈ 16 വർഷം ഈ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വന്നതിന് എനിക്ക് ന്യായം കിട്ടാൻ വേണ്ടി, നീതി കിട്ടാൻ വേണ്ടി. അറിയോ നിങ്ങൾക്ക്? ആള് മാറ്റി ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തില്ല. പിന്നെ നിങ്ങളോടുള്ള സ്നേഹം മാത്രം. എനിക്ക് അങ്ങോട്ട് ഇംപ്രസ് ആയില്ല. വണ്ടി തിരി ഇംപ്രസ് ആക്കാം. ഞാനൊരു കാര്യം അതന്നെ നടന്നുകൊണ്ടുള്ളവര് അത് എനിക്കുള്ളായിരുന്നു. ചന്ദ്രനൊക്കെ ഇത് ഓക്കെ വാസോനെ. അതോടെ വെച്ചേരാ. ഹലോ, എക്സ്ക്യൂസ് മീ. പറ കേക്കാം. ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്നെ ആലോചിക്കുന്നത് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഞങ്ങൾ നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? ദ്രോഹം മാത്രമേ എനിക്ക് ചെയ്തിട്ടുള്ളൂ. എന്ത് ദ്രോഹമാണ് നിങ്ങളെ ഞാൻ ചെയ്തത്? ഞാൻ പറയാം. എനിക്കിപ്പോഴും എന്റെ മനസ്സിലുള്ള വിഷം എന്താന്ന് പറയാം. എനിക്ക് സ്നേഹം വേണ്ടുന്ന സമയത്ത് കിട്ടിയിട്ടില്ല. സ്നേഹം വേണ്ട സമയത്ത് ഞാൻ വന്നിട്ട് ഏട്ടായി എന്നൊക്കെ വിളിക്കുമ്പോ നിങ്ങൾ എന്തോ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? അതെനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടല്ലേ അങ്ങോട്ട് ചോദിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ എന്ത് ചെയ്തു തരണം? വാസന, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഇപ്പോഴും ഒരാളെ, വേറൊരു ചെറുക്കനെ നോക്കാൻ പോലും തോന്നുന്നില്ല. ആ അവസ്ഥയിലായി പോയി ഞാൻ. അത് ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് മാത്രമേ ആ ഫീലിങ്സ് വരത്തുള്ളൂ. മനസ്സിലായാ? മാർക്കറ്റിംഗ് ഔട്ട് ആയതുകൊണ്ടല്ല. മാർക്കറ്റിംഗ് ഔട്ട് ആകുന്നില്ല. അതിന് വേണ്ടി ഞാൻ പലതും ചെയ്തോളാം. അതൊന്നും അല്ല. എനിക്ക് ഒരു അടുത്തൊരാളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇതൊരു കുറെ വർഷങ്ങൾ എടുത്ത് എന്റെ മൈൻഡിൽ നിന്ന് പോകണം.
അത്രക്കായിരുന്നു ഇതെനിക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇനി കേസിൽ നിന്ന് ഊരി തരുമോ? കേസ് ചെയ്ത് അപ്പൊ ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്തല്ലേ? 500 കോടി കെട്ടി വെക്കേണ്ടി വരും വാസുവിന്. പൊന്നെ ബാബാ, ആ സൂര്യയുടെ കാരണം 150 കോടി തരണമെങ്കിൽ ഇനി ഞാൻ കിടന്ന് പട്ടിപ്പണി എടുക്കണം ഇവിടെ. പാവം വാസുവിനെ, പാവം രക്ഷപ്പെടുത്തിക്കാം, പാവം. തൽക്കാലം വിടുന്നതായിരിക്കും അപ്പൊ എന്തുകൊണ്ട് നല്ലതായിരിക്കും. അതെ, ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും അതായിരിക്കും നമുക്ക് നല്ലത്. കുഴപ്പമില്ല. താങ്ക് യു മിസ്റ്റർ പെരുന്തവാസ്. എന്നെ മുതുക്കിലിറക്കിയ മിസ്റ്റർ പെരുന്തവാസ്. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇവിടെ വിടാം. എന്തോ എന്താ പറഞ്ഞേ? ഓ ഒന്നല്ല ഒന്നല്ല, എനിക്ക് നല്ല പ്രഷർ ബീപി കൊടുത്തു, മരുന്ന് കഴിക്കുന്നുണ്ടായി. ആ അത് വയസ്സായതിന്റെ കഴിക്ക് കഴിക്ക് കഴിക്ക്. താങ്ക് യു മിസ്റ്റർ പെരുന്തവാസ്. ഞാൻ ഇനി പോലീസുകാരെ പോയി സംസാരിച്ചോളാം. നിങ്ങള് പുതിയ ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചു? ഇല്ല ഇല്ല, അതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ സംസാരിക്കണ്ട. അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല. നമ്മള് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കേസ് സോൾവ് കേസ് സോൾവ് കേസ് സോൾവ് ജീവിച്ചോളൂ. നിങ്ങൾ ഹിന്ദിക്കാരിയായിട്ട് കേസ് സോൾവ് ചെയ്താൽ മതി. കേസ് സോൾവ് ചെയ്താൽ തൽക്കാലം അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോയിക്കോളൂ. റൊമാൻറ്റിക് ആയിട്ടുള്ള ഞാൻ നിമിഷങ്ങൾ നിങ്ങളും അവളുമായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ബാക്കി സെറ്റ് ചെയ്തോളാം, ബാക്കി സെറ്റ് ചെയ്തോളാം. ഇല്ല, നിങ്ങൾ ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ഗേൾഫ്രണ്ട് ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ നല്ല റൊമാൻറ്റിക് ആണ് ആ കുട്ടിയായിട്ട്. നിങ്ങൾ നല്ല ചേർച്ചയുണ്ട് കേട്ടോ. ഒഴുത്തോടെ ദൈവമേ. നല്ല നല്ല കപ്പിളായിരിക്കും, ബെസ്റ്റ് കപ്പിളായിരിക്കും കേട്ടോ. നിങ്ങൾ ഞാൻ പറയേണ്ടവരടുത്തൊക്കെ പറഞ്ഞോളാം കേട്ടോ. പോയിട്ടോ പോയിട്ടോ. കഴിഞ്ഞ്. ശരി ശരി.